ഞാൻ സന്തോഷ് വർഗി റെസ്പെക്ട് ചെയ്യുന്ന ആ റെസ്പെക്ടോടുകൂടിയാണ് പറയുന്നത്. എനിക്ക് ചേട്ടനോട് പ്രണയമില്ല, താല്പര്യമില്ല, ഒരു ഫ്രണ്ടായിട്ട് കാണാൻ താല്പര്യമില്ല. പക്ഷെ എനിക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് തരണമായിരുന്നു, ഇന്ററാക്ട് ചെയ്യാൻ ഒരു ചാൻസ് തരണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു. പലർക്കും തോന്നുന്നു ഒരു ഫ്രണ്ട് ഇതെന്നെയാണ് നിത്യയുടെ കേസ്. ഒരു ഫ്രണ്ടായിട്ടോ ഒരു ഫോൺ കോൺടാക്റ്റോ ഒന്നും തരല്ല നിങ്ങൾ. നിത്യമനോട് തന്നെ പറഞ്ഞു ഒരു കല്യാണം വേണ്ട, ഞാൻ ബ്രദറോ ഫ്രണ്ടോ ഫോൺ കോൺടാക്റ്റോ എന്തെങ്കിലും ഇതൊന്നും പറ്റാന്ന് പറഞ്ഞു. എന്റെ ചോയ്സ് ആണ്. ഞാൻ ആരെ സ്നേഹിക്കണം സ്നേഹിക്കേണ്ട, ആരെ കൂടെ കൂട്ടണം. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഫ്രണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണാം, ബ്രദറായിട്ട് പോലും കാണാമല്ലോ. എനിക്ക് അയാൾ ആരോ ആവട്ടെ, അയാളുടെ ക്യാരക്ടർ എന്തോ ആവട്ടെ, അവളോട് അയാൾ എന്തോ കാണിക്കട്ടെ. അത് ഇതുപോലെ ഒരു ഫംഗ്ഷനിൽ വിളിച്ചിരുത്തിയിട്ട് ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് നാണം കെടുത്തി അപമാനിച്ചായിരുന്നില്ല അവൾ അവളുടെ റിവഞ്ച് തീർക്കേണ്ടിയിരുന്നത്. അത് അവൾ പേഴ്സണലി അവളുടെ വ്ളോഗിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അയാളെ കണ്ടോ സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം ഇതുപോലെ ഒരു ഇന്റർവ്യൂവിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഇൻസൾട്ട് ചെയ്ത് കൂടിയാണ് ചെയ്തത്. അപമാനകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെ അയാളെ കടത്തിവിട്ടു. എന്തോ ആവട്ടെ, അയാൾ ഏത് നാച്ചുറൽ ആളോ ആയിക്കോട്ടെ. പക്ഷെ ഇതിനെ കൂട്ടുന്ന ആ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർക്കടക്കം ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയും, നാണം കെട്ട തന്തയിലായിക്കാണ് നിങ്ങളെ കാണിച്ചത്. അവൾ ആരാ ഇത് പറയാൻ? അവൾക്ക് എന്ത് സീരിയസ്ലി പറയാം, തൊലിവെളുപ്പില്ലാണ്ട് അവൾക്ക് പുല്ലുമില്ല.